നമസ്കാരം. ചില വിശ്വാസങ്ങൾ അന്ധതയാവും. അന്ധത എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഇരുട്ടിൽ ചില പ്രകാശങ്ങൾ, മിന്നാമിനുങ്ങിൻ്റെ പ്രകാശം പോലും തെളിയുന്നത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അന്ധതയിൽ ഉൾക്കാമ്പ് കൊണ്ട് ഉള്ളിൽ നിന്നുള്ള പ്രകാശത്തിൽ നമുക്ക് വളരെ കാലം ജീവിക്കാൻ പറ്റും. ഒരാൾ കണ്ണടച്ചിരുന്ന് ജപിച്ചു കഴിഞ്ഞാൽ അയാൾ ഉൾക്കാഴ്ച കൊണ്ട് അയാൾ ഈശ്വരനെ കാണുന്നു എന്നുള്ളതാണ്. അത് മറ്റൊരു വിഷയമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം, ഹേമാംബിക ബുക്സ്, ഹേമാംബിക ആശ്രമം എന്നൊക്കെ എന്തുകൊണ്ടാണ് പേരിടുന്നത് എന്ന് എൻ്റെ അടുത്ത് ധാരാളം പേർ ചോദിക്കാറുണ്ട്. ഹേമാംബിക എന്ന് പറയുന്നത് ഒരു ദേവീ സങ്കല്പമാണ്. ആ ദേവീ സങ്കല്പത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടൊരു കഥയുണ്ട്. ഇത് എത്ര പേർ എങ്ങനെ വിശ്വസിക്കും എന്നെനിക്കറിയില്ല. എന്നാലും എനിക്ക് പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയം വന്നതുകൊണ്ടും ഞാൻ ഈ വിഷയം ഒന്ന് അവതരിപ്പിക്കുകയാണ്. രണ്ട് കാരണങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൈപ്പത്തി വന്നത് ഈ ഹേമാംബിക ദേവിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പലയിടത്തും വാർത്തയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ എത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പാലക്കാട് MP വിജയരാഘവൻ ഉണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധി പാലക്കാട് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സംബന്ധമായിട്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഇവിടെ അടുത്തൊരു ക്ഷേത്രമാണെന്നും അവിടെ ക്ഷേത്രമല്ല കൈപ്പത്തിയാണ് വിഗ്രഹമെന്നും പറഞ്ഞു. അത് പശുവും ഗ്രാമമായിരുന്നു കോൺഗ്രസിൻ്റെ ചിഹ്നം എന്നാണ് എൻ്റെ ഓർമ്മ. രാഷ്ട്രീയ വാർത്തകൾ അധികം ശ്രദ്ധിക്കാത്തതുകൊണ്ട് എൻ്റെ ഓർമ്മയിലാണ് കുട്ടിക്കാലത്തെ. അങ്ങനെ ഇന്ദിരാഗാന്ധി ആ ക്ഷേത്രത്തിൽ ചെല്ലുകയും അവിടുത്തെ വിഗ്രഹം ഇങ്ങനെ കൈപ്പത്തിയാണെന്ന് കണ്ട് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നം, കോൺഗ്രസിൽ നിന്ന് പിളർപ്പുണ്ടായപ്പോൾ ഈ കൈപ്പത്തി കോൺഗ്രസിൻ്റെ ചിഹ്നമാക്കി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നാൽ അവിടെ 2 കൈപ്പത്തി മാത്രമേ ഉള്ളൂ. ഈ കൈപ്പത്തിക്ക് പിന്നിലൊരു കഥയുണ്ട്. വളരെ ശക്തമായ ദേവിയാണ്. 5 കുളങ്ങളാണ് ഈ അമ്പലത്തിൻ്റെ ചുറ്റും, 5 കുളങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഒരു കഥ, ഈ കൈപ്പത്തി ക്ഷേത്രം ഏവൂർ ഭഗവതി എന്നാണ് പറയുന്നത്. ഏവൂർ ഭഗവതി എന്നാണ് അവിടെ അറിയപ്പെടുന്നത്. പാലക്കാടാണ്. ഈ പാലക്കാട് കുറച്ചൊരു സ്ഥലമുണ്ട്. ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുള്ള പുരാതനമായിട്ടുള്ള ഒരുപാട് പുരാതന ശക്തിയുള്ള ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഇത് വരിക. നമ്മൾ കയറുമ്പോൾ തന്നെ അറിയാം വലിയ ആൽമരങ്ങളും ആ ക്ഷേത്രാന്തരീക്ഷം മറ്റൊരു തരത്തിലാണ്. കുളങ്ങളാണ്. ഈ അമ്പലത്തിനകത്ത് തന്നെ 2 കുളങ്ങളുണ്ട്. ഈ അമ്പലത്തിൽ നിന്ന് നമുക്ക് അകത്തോട്ട് ഇറങ്ങി ഇപ്പോൾ കാല് കഴുകാനൊന്നും പറ്റില്ല. കാൽ ഇറങ്ങുന്നിടത്തേക്ക് തന്നെ കുളത്തിലേക്ക് ഇറങ്ങാം. കുളിക്കാനുള്ള കുളം വേറെയുണ്ട്. അങ്ങനെ കുളങ്ങളാൽ ചുറ്റപ്പെട്ട 5 കുളങ്ങളാണെന്നാണ് പറയുന്നത്. ഞാൻ പോകാറുണ്ട് അവിടെ. അതുകൊണ്ടാണ് ഞാൻ ഹേമാംബിക ബുക്സും ആശ്രമമൊക്കെ ഇടാനുള്ള ഹേമാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്ന ഒരാളെന്നുള്ള എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അതേക്കുറിച്ച് പറയുന്ന ഒരു കഥ എന്തെന്നാൽ, ഒരു വളക്കച്ചവടക്കാരൻ വള വിൽക്കാനായിട്ട്, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരനാണ്. അദ്ദേഹം ഇങ്ങനെ വള വിൽക്കാനായിട്ട് ഗ്രാമങ്ങൾ തോറും, പണ്ട് കാലത്താണ് കടകളൊക്കെ ഇല്ലല്ലോ, അതിനേക്കാൾ കൂടുതൽ ഈ ഒരു പെട്ടിക്കകത്ത് ഈ വളകളൊക്കെ അടുക്കി കൺമഷി, വളകൾ, സിന്ദൂരമൊക്കെ ആയിട്ട് ഇങ്ങനെ വിൽക്കാനായിട്ട് നടക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം ഒരു വളകളും അന്നത്തെ ദിവസം വിൽക്കാതെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ ഏവൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ ദാഹമുണ്ടായി. അപ്പോൾ ഈ തലയിലെ പെട്ടിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് അദ്ദേഹം കാൽ കഴുകാനായിട്ടും വെള്ളം കുടിക്കാനായിട്ടും, കാൽ കഴുകാനല്ല വെള്ളം കുടിക്കാനായിട്ട്, ദാഹം തീർക്കാനായിട്ട് വെള്ളത്തിലേക്ക് ആ പടിക്കെട്ടിറങ്ങുമ്പോൾ അവിടെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. അദ്ദേഹം നോക്കുമ്പോൾ കയ്യിൽ വളകളൊന്നുമില്ല. അപ്പം വിചാരിക്കും, എനിക്ക് ഇന്ന് വരെ കച്ചവടമൊന്നും നടന്നിട്ടില്ല, അപ്പോൾ ഈ ഉച്ച സമയത്താണല്ലേ, ആരുമില്ല അവിടെങ്ങും. ഈ പെൺകുട്ടി മാത്രമായിട്ട് എന്താണ് ഈ കാലുകൊണ്ട് ആ ജലത്തിലിങ്ങനെ ഓളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പറയും, കുട്ടി മോളെ, ഞാൻ വളക്കച്ചവടക്കാരനാണ്, നല്ല മനോഹരമായ കൈയും വിരലുകളും ഒക്കെയാണ്, ഞാൻ 2 വള അതിലിട്ട് തരട്ടെ, ഉള്ളത് തന്നാൽ മതി. ഇനിയിപ്പോൾ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത്രയും മനോഹരമായ ഒരു കൈപ്പത്തി കൈ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയും. അവൾ കൈ നീട്ടിക്കൊടുക്കും. വളക്കച്ചവടക്കാരൻ വളരെ സന്തോഷത്തോടുകൂടി അവളുടെ വിരൽ തുമ്പിൽ ഇങ്ങനെ പിടിച്ച് ഓരോ വളകളായ നീലവളയും പച്ചവളയും ഒക്കെ ഇട്ടുകൊടുത്ത് അതിസുന്ദരിയാക്കി നല്ല വളകൾ കണ്ടു. പറയുന്നു, എൻ്റെ കയ്യിൽ പണമില്ല, ഇവിടെ നിന്ന് തിരിഞ്ഞ് ഇന്ന സ്ഥലത്ത് പോയാൽ അവിടെ എൻ്റെ അച്ഛനുണ്ട്, അച്ഛനോട് പോയി പറഞ്ഞാൽ മതി വള ഞാൻ മേടിച്ചിട്ടുണ്ട് എന്ന്. പണം എത്രയാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് മേടിച്ചോളൂ. ശരി എന്ന് പറഞ്ഞ് വളക്കച്ചവടക്കാരൻ വളരെ സന്തോഷത്തോടു കൂടി ആ ഇല്ലത്തേക്ക് ചെല്ലുമ്പോൾ നമ്പൂതിരി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് കാലത്ത് ഈ തമ്പുരിമാരുടെ ഇല്ലത്തിനകത്തേക്ക് കടക്കാനായിട്ടുള്ള
അവകാശമില്ലാതിരുന്ന കാലഘട്ടമാണ്. അദ്ദേഹം മറ്റു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ടും ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചു. പറയും ഇങ്ങനെ, മകള് വള മേടിച്ചു. മകളോ? എനിക്ക് മകളില്ലല്ലോ. ഇയാൾ വീട് മാറിപ്പോയിട്ടുണ്ടാകും. ഇയാൾ എവിടാന്ന് വെച്ചാൽ അവിടെ പോയി മേടിച്ചോളൂ. അപ്പോൾ പറയില്ല, ഞാൻ ആ കുളക്കടവിൽ ചെല്ലുമ്പോൾ ആ മകൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വള മേടിച്ചു. അപ്പോൾ താക്കോൽ ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ടെന്ന് പറയാൻ അത് ആ പെൺകുട്ടി പറഞ്ഞതാണ്. ഇല്ലാന്ന് പറഞ്ഞാൽ താക്കോൽ ഇന്ന ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ പറയും, ഇവിടെ പണമൊന്നുമില്ല. ആരൊക്കെ പറഞ്ഞാൽ ഇയാൾ ഏത് വീട്ടിൽ കൊടുത്തു എന്ന് എനിക്കറിയില്ലല്ലോ, ഇയാൾ എവിടാ കൊടുത്തതെന്ന് വെച്ചാൽ അവിടെ പോയി മേടിച്ചോളൂ എന്ന് പറയുമ്പോൾ ഈ മുസ്ലിം സഹോദരൻ പറയും, അതല്ല, ഇന്ന ഭാഗത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു എന്ന്. ഇത് കേട്ടതോടുകൂടി നമ്പൂരി ചാടി എഴുന്നേറ്റ് ഭഗവതി എന്ന് പറഞ്ഞ് താക്കോൽ എടുക്കുവാണ്. നീ എന്തായി കാട്ടിയേ എന്ന് ഇദ്ദേഹം ഈ താക്കോൽ എടുത്തുകൊണ്ട് ഓടുകയാണ്. ഓടി വന്ന് ഈ കുളക്കരയിലേക്ക് ഓടി വരുമ്പോൾ കാണുമ്പോൾ എവിടെയാണ് നീ എനിക്ക് ഈ എത്രയും കാലം നിന്നെ വിളക്ക് വെച്ച് പൂജിച്ച് നിന്നെ കുളിപ്പിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നീ ദർശനം തന്നില്ലല്ലോ ഭഗവതി. എൻ്റെ ഭഗവതി, നീ ഒരു അന്യ സമുദായത്തിൽപ്പെട്ട ഒരാൾക്കാണോ ഈ ദർശനം കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഈ 2 കൈപ്പത്തി വെള്ളത്തിൽ നിന്നിങ്ങനെ ഒഴുകി ഉയർന്നു വന്നു എന്നാണ് അതിൻ്റെ സങ്കല്പം. അവിടെ അമ്പലത്തിൽ വിളക്കാണ്, നമ്മൾ കത്തിക്കേണ്ട വിളക്ക് വാങ്ങിച്ച് നടയിൽ സമർപ്പിച്ചാൽ മതി. അത്തരത്തിലുള്ള വലിയ ക്ഷേത്രം പുരാതനമാണ്, നമുക്ക് കണ്ടാൽ അറിയാം. വലിയ തിരക്കൊന്നും, ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വർഷത്തിൽ 2-3 പ്രാവശ്യം അവിടെ പോകും. അവിടെ ഈ 2 കൈപ്പത്തി മാത്രമാണ്, വെള്ളിയിലുള്ള 2 കൈപ്പത്തി മാത്രമാണ്. നമ്മൾ 4 മണിക്കൊക്കെ ചെന്നാൽ നമുക്ക് സുഖമായി തൊഴുകയും ഈ വിളക്ക് വളരെ സങ്കല്പമാണ്. നമ്മൾ സങ്കല്പിച്ച വിളക്ക് മേടിച്ച് അവിടെ വെച്ചാൽ കത്തിക്കണ്ട, ആ നടയിൽ സമർപ്പിച്ചാൽ മതി. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കോൺഗ്രസിൻ്റെ കൈപ്പത്തിയും ജനങ്ങളുടെ വിശ്വാസം. എൻ്റെ ഹേമാംബിക ബുക്സും ഹേമാംബിക ആശ്രമവും ഒക്കെ ഞാൻ ആ ദേവീ സങ്കല്പത്തിൽ നിന്നുകൊണ്ടാണ്. പിന്നെ ഏത് കൊടും ആഭിചാരത്തെയും തളയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൈകൊണ്ട് എന്ത് ചെയ്താലും, ഈ കൈപ്പത്തിയാണ്, കൈകൊണ്ട് എന്ത് ചെയ്താലും അത് ഫലിക്കില്ല എന്നാണ് അവിടെ വിശ്വസിച്ചാൽ. ഒരാൾ ആഭിചാരം ചെയ്താലും വിഷം കൊടുത്താലും നശിപ്പിക്കാൻ ശ്രമിച്ചാലും കൈപ്പത്തി കൊണ്ട് ചെയ്യുന്ന ഒരു കർമ്മങ്ങളും ഈ ഹേമാംബിക ദേവിയെ നമ്മൾ മുറുകെ പിടിച്ചാൽ സംഭവിക്കില്ല എന്നാണ് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഒരുപാട് അനുഭവമുള്ള ആളാണ്. ഇത്തരം ഈ ഒരു അമ്പലത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ ലക്ഷക്കണക്കിന് മുടക്കി പൂജ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഉണ്ട്. ഞാനും ചെയ്യാറുണ്ട് അതൊക്കെ. അതിനൊക്കെ ഒരുപാട് ഈ തന്ത്രമാന്ത്രികങ്ങളിൽ നിഗൂഢ മന്ത്രങ്ങൾ ചെയ്യുമ്പോൾ പൈസയൊക്കെ ചിലവാകും. അല്ലാതെ മണ്ണ് വാരിയിട്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. അതൊക്കെ ചെയ്യാൻ പറ്റും. അതൊക്കെ ആവശ്യമുണ്ടെങ്കിലും ആ ചെയ്യുന്ന ആളിനും ചെയ്യിപ്പിക്കുന്ന ആളിനും ദോഷമുണ്ടാകാതിരിക്കുകയും ശത്രുവല്ല നശിക്കേണ്ടത് ശത്രുതയാണ് എന്നുള്ളതിൻ്റെ ഒരുപാട് ഈ തന്ത്രമാന്ത്രികൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഏറ്റവും ക്രൂരമായ കർമ്മം ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ വരി തന്നെ പറയും, ശത്രുവിനെ അല്ല നശിപ്പിക്കേണ്ട ശത്രുതയാണ്. ശത്രുവിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ നീ തന്നെയാണ് അഗ്നിയിൽ വീണുടയുക. നീ അഗ്നിയെ പ്രണയിക്കുന്നത് പോലെയാണ്, അഗ്നിയെ ആശ്ലേഷിക്കുന്ന പോലെയാണ് നീ കർമ്മങ്ങൾ ചെയ്യുന്നത്. ദുർകർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, ആഭിചാരങ്ങൾ. കലിയുഗത്തിൽ ആഭിചാരങ്ങൾക്ക് ഒരുപാട്, അത് വലിയ വിഷയമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ഹേമാംബിക ക്ഷേത്രത്തിൽ നമ്മൾ അതിലേക്ക് വന്നാൽ, ഹേമാംബിക ക്ഷേത്രത്തിൽ കത്തിക്കാത്ത വിളക്ക് മാറ്റി നടയിൽ സമർപ്പിക്കുക. പിന്നെ അവിടെ ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആഭിചാര ദോഷങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ, പാലക്കാട് നിന്ന് ഒലവക്കോട് റോഡിലാണ് അവിടുത്തെ ഒരു സ്ഥലം, ഞാൻ പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കൈപ്പത്തി അമ്പലത്തിന് കൈപ്പത്തി വന്നതിന് ശേഷവും എന്തുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് മൂല്യച്യുതി സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ആരൊക്കെയോ ആഭിചാരകർമ്മങ്ങൾ കോൺഗ്രസിനകത്ത് കോൺഗ്രസിനെ നശിപ്പിക്കാനല്ല, വ്യക്തികളെ നശിപ്പിക്കാൻ ചെയ്യുന്നതിൻ്റെ പരിണിത ഫലമാണ്. അധികാരം ഉറപ്പിക്കാനും ഇരിപ്പിടത്തിനും മറ്റുള്ളവരെ വശീകരിക്കാനും വേണ്ടി ചെയ്യുമ്പോൾ ഇന്ദിരാഗാന്ധി കണ്ടെത്തിയ കൈപ്പത്തി ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ വിളക്ക് മേടിച്ച് വെച്ചോളൂ, ആ ആഭിചാര ദോഷത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാം, കോൺഗ്രസിനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.